മറ്റൊരാളോട് ക്ഷമിക്കുക എന്നാൽ നിങ്ങളോട് തന്നെ സ്നേഹം കാട്ടുക എന്നേ അർത്ഥമുള്ളൂ. എന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു കഴിവാണ് ഈസിലി ഫർഗീവ് ചെയ്യുക, ഈസിലി ക്ഷമിക്കുക എന്നുള്ളത്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും സാധിക്കും. പക്ഷെ നമ്മൾ കുറേയധികം കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കിയിരിക്കാനുണ്ട്. നമ്മുടെ എല്ലാം മേജർ മിസ്റ്റേക്ക് അത്ര എളുപ്പം ഞാനത് മറക്കണോ എന്ന് ചോദിക്കുന്നതാണ്. ഫർഗീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫർഗീവ് ചെയ്യുക എന്നേ അർത്ഥമുള്ളൂ, ക്ഷമിക്കുക, അല്ലാതെ മറക്കാൻ പറയുന്നില്ല. ആ വ്യക്തിയുമായിട്ട് വീണ്ടും പഴയ അതേ രീതിയിൽ നമുക്ക് ചിലപ്പോ മിങ്കിൾ ചെയ്യാൻ സാധിക്കണം എന്നില്ല. അത് നിങ്ങളുടെ ക്യാരക്ടറാണ്, നിങ്ങൾക്കത് തീരുമാനിക്കാം. എത്രമാത്രം ഇമോഷണൽ ബോണ്ട് ഇനിയും ആ വ്യക്തിക്കൊപ്പം നമ്മൾ വെക്കേണ്ട ആവശ്യമുണ്ട്, വീണ്ടും വീണ്ടും നമ്മൾ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്കൊപ്പം എന്നുള്ളത്. പക്ഷേ ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ, മനസ്സിനുള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് സ്റ്റോർ ചെയ്യപ്പെടുകയാണെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാകാം, ഡിപ്രഷൻ ഉണ്ടാകാം, അങ്ങനെ വിവിധ തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ഫിസിക്കൽ ഇഷ്യൂസ്, ഹൈ BP ഉണ്ടാകാം, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ് ഉണ്ടാകാം. എന്തിനാ അവര് നിങ്ങളെ ദ്രോഹിച്ചതിന്റെ പേരിൽ നിങ്ങളും കൂടി നിങ്ങളെ ദ്രോഹിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല അല്ലെ? അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള എനർജിയും അതുപോലെ നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഗ്രോത്തിനും പോസിറ്റിവിറ്റിക്കും നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു വളർച്ചയ്ക്കും വേണ്ടിയിട്ടായിരിക്കണം. അപ്പൊ നമ്മളെല്ലാ പേരും ജീവിതത്തിൽ പഠിച്ചെടുക്കേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് ഫർഗീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ക്ഷമിക്കാൻ പഠിക്കുക. കാരണം അത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു ആക്ട് ആണ്, നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരുപാട് നെഗറ്റീവ് എനർജി സ്റ്റോർ ചെയ്യാനോ നെഗറ്റീവ് ഇമോഷൻസ് സ്റ്റോർ ചെയ്യാനോ ഒന്നും നമ്മൾ നമ്മുടെ ശരീരത്തെ നിർബന്ധിക്കരുത്. കാരണം അതിനോട് കുറച്ചൊന്ന് കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറേണ്ടത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്.